ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ജ്യൂസുമായിട്ടാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഒരു ഓറഞ്ച്, പിന്നെ അതേപോലെ ഒരു പകുതിയോളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിതാ ഈ ഒരു സൈസിലുള്ള 4 പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നോർമലായിട്ട് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരല്പം തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് തന്നെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തേന് അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുന്ന സമയം തന്നെ നിങ്ങൾ കുടിക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും കുടിക്കരുത്. അപ്പോൾ ഒരു വല്ലാത്തൊരു കഴിപ്പ് ടേസ്റ്റാണ് വരിക. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം കണ്ടുവരുന്ന അസുഖത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.